ഹായ്, ഒരു കാര്യം പറയാൻ വേണ്ടി വന്നേണേ. നമ്മളൊരു ചെറുക്കൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് നമ്മൾ പറയണം, എടിയടാ എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അയാൾ പറയും, എടി നമ്മൾ തമ്മിൽ സെറ്റാവില്ല, എൻ്റെ സങ്കല്പത്തിനുള്ള ഒരു ചെറുക്കനോ പെണ്ണോ അല്ല നീ, പിന്നെ നീ എന്നെ മറക്കണം എന്നൊക്കെ പറയും. അപ്പം സ്വാഭാവികമായൊരു മനുഷ്യൻ മനക്കെട്ടിയുള്ള ഒരാളാണെങ്കിൽ ഓക്കെ പോകുന്നു. അല്ലെങ്കിൽ വേറെ ചിലരുണ്ട് ഡെസ്പടിച്ച് 2-3 മണിക്കൂർ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഇരുന്ന് നോക്കും, എനിക്ക് എന്തിൻ്റെ കുറവാണ്, അവൻ എന്തുകൊണ്ട് എന്നോട് അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൾ എന്തുകൊണ്ടാണ് എന്നെ നിരസിച്ചെന്ന് ചോദിക്കും. പിന്നെ നമ്മളെ തന്നെ വില കുറച്ച് കാണാൻ നോക്കും, അല്ലെങ്കിൽ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പുറകെ നടന്നിങ്ങനെ ചോദിക്കും, എടി എനിക്ക് എന്താ അടി കുഴപ്പം, എനിക്ക് എന്താ പ്രശ്നം, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നല്ലേ ഞാൻ ഇതാക്കിയെന്ന്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങളുടെ വില അവനല്ലെങ്കിൽ അവൾ അന്നേ ആ സ്പോട്ടിൽ മനസ്സിലാക്കിയിരുന്നെങ്കിൽ പറഞ്ഞേനെ, ഒന്നില്ലെങ്കിൽ പറഞ്ഞേനെ എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് എനിക്ക് ഇച്ചിരി കൂടെ സമയം എന്താ ഞാൻ ഒന്ന് നോക്കട്ടെ എന്ന് പറയും. ഇത് അതുപോലും ഇല്ലാതെ സ്പോട്ടിലങ്ങ് പറഞ്ഞ് നിന്നെ എനിക്ക് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വി ഹാവ് ടു ലെറ്റ് ദാറ്റ് പേഴ്സൺ ഗോ. അല്ലാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് അതിൻ്റെ ദൂഷ്യം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും. നിങ്ങളെ വില നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തല്ല അയാൾ നിങ്ങളിലേക്ക് വരാനുള്ളത്, അത് അയാൾ സ്വയം മനസ്സിലാക്കുമ്പോഴാണ് അത് ട്രൂ ലവ് ആവുന്നത്. അതുകൊണ്ട് കൺവിൻസ് പുറകെ നടന്ന് പോകുമ്പോൾ ചിന്തിക്കുക, നിങ്ങൾ ആരെയാണ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നത്, എന്തിനു വേണ്ടി, അവസാനം ഇത് എവിടെ ചെന്നെത്തും. കൺവിൻസ് ചെയ്ത് അപ്പം നിങ്ങളെ വില അവിടെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് you don't have to convince anyone. Know your worth.